നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ്-19 പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ അടിയന്തര സ്വഭാവത്തോടുകൂടി പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുവാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണമെന്ന് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. കേരള മുഖ്യമന്ത്രി പ്രവാസികളുടെ പ്രശ്നങ്ങൾ ആവർത്തിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. വിദേശത്ത് നിന്ന് എത്തുന്ന പ്രവാസി മലയാളികളെ സ്വീകരിക്കുവാൻ എറണാകുളം ജില്ല പൂർണ്ണമായി സജ്ജമാണെന്ന് മന്ത്രി VS സുനിൽകുമാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രവാസികൾക്ക് താമസിക്കാനായി 6000 വീടുകളും ഫ്ളാറ്റുകളും ഒരുക്കിയിട്ടുണ്ടെന്നും തിങ്കളാഴ്ചയോടുകൂടി തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 3 മുതൽ 5 ലക്ഷം വരെ പ്രവാസികൾ മടങ്ങിയെത്തിയേക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്ക് സൂചിപ്പിക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തിയ തയ്യാറെടുപ്പുകളിലൂടെ വിശദാംശങ്ങൾ അറിയിക്കുവാൻ ആവശ്യപ്പെട്ട് വിദേശകാര്യ സെക്രട്ടറി സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ തയ്യാറെടുപ്പുകളെ കുറിച്ച് മന്ത്രി വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് കൂടുതൽ അന്താരാഷ്ട്ര സർവീസ് നടത്തുന്നതിന് നെടുമ്പാശ്ശേരിയിൽ നിന്നായതിനാൽ കൂടുതൽ പ്രവാസികളും എത്തുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാകും. 7000 മുറികളാണ് എത്തുന്നവർക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. താൽക്കാലിക താമസത്തിന് വേണ്ടിയാണ് ഇത്. പഞ്ചായത്ത് പ്രദേശങ്ങളിൽ 4701 വീടുകൾ ജില്ലയിൽ കണ്ടെത്തി കഴിഞ്ഞു. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിലെ തയ്യാറെടുപ്പുകൾ തിങ്കളാഴ്ചയോടുകൂടി പൂർത്തിയാകും. ആകെ 6000 വീടുകളും ഫ്ളാറ്റുകളും താമസത്തിനായി ഒരുക്കി കഴിഞ്ഞു. ഒരു വീട്ടിൽ 4 പേർ എന്ന രീതിയിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നതെന്നാണ് മന്ത്രി വിശദീകരിച്ചത്. എയർപോർട്ടിലെ യാത്രക്കാർക്ക് യാതൊരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിലായിരിക്കും സ്ക്രീനിങ്ങും മറ്റ് പരിശോധനകളും നടത്തുകയെന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് വേണ്ടി 15 മാർഗനിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാർ മുമ്പ് തന്നെ പുറത്തിറക്കിയിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് നോർക്ക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. കോവിഡ് പരിശോധനയിൽ നെഗറ്റീവ് ആയവരാണ് നോർക്കയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവർക്ക് സംസ്ഥാനത്ത് ക്വാറന്റൈൻ സൗകര്യം ഒരുക്കാനായിരുന്നു ഇതെന്നാണ് ആദ്യമേ അറിയിച്ചിരുന്നത്. മടങ്ങി വരുന്ന പ്രവാസികളിൽ മുൻഗണന ലഭിക്കുന്നവരെയും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗർഭിണികൾ, വയോജനങ്ങൾ, കുട്ടികൾ, രോഗികൾ, വിസ കാലാവധി കഴിഞ്ഞവർ, ജയിൽ മോചിതരായവർ, കോഴ്സ് പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് വിസയിൽ വിദേശത്തുള്ളവർ എന്നിവർക്കാണ് മുൻഗണന ലഭിക്കുക. ആരോഗ്യവകുപ്പ് നിശ്ചയിക്കുന്നത് പ്രകാരം മടങ്ങി വരുന്നതിന് നിശ്ചിത ദിവസങ്ങൾക്ക് മുമ്പ് കോവിഡ് പരിശോധനകൾ നടത്തിയേ തീരൂ. ഇതിനുള്ള സഹായം വിവിധ പ്രവാസി സംഘടനകൾ ചെയ്തു കൊടുക്കണം. സർക്കാരാണ് ഇത് നിർദ്ദേശിച്ചത്. വിമാനത്താവളത്തിൽ സ്ക്രീനിംഗ് നടത്തുന്നതിനുള്ള സജ്ജീകരണവും പ്രോട്ടോകോളും വ്യക്തമാക്കുന്ന കുറിപ്പ് ആരോഗ്യവകുപ്പ് നൽകുകയും ചെയ്യണം. പ്രവാസികളെ സ്വീകരിക്കുവാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ യാതൊരു കാരണവശാലും വിമാനത്താവളങ്ങളിൽ വരാൻ പാടുള്ളതല്ല. സ്വകാര്യ വാഹനങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വാഹനത്തിൽ ഡ്രൈവർ മാത്രമേ പാടുള്ളൂ. യാത്രക്കാരും ഡ്രൈവറും നിർബന്ധമായി മാസ്ക് ധരിച്ചിരിക്കണം. ആരോഗ്യവകുപ്പ് വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കുകയും ചെയ്യും. ആവശ്യമുള്ളവർക്ക് സ്വന്തം ചെലവിൽ ഹോട്ടലുകളിൽ കഴിയണമെങ്കിൽ അങ്ങനെയുമാകാം. റെയിൽവേ യാത്രക്കാർക്കും സ്ക്രീനിംഗ് ഉറപ്പാക്കും. അന്തർ സംസ്ഥാന യാത്രകൾ ഏതൊക്കെ ചെക്ക് പോസ്റ്റുകൾ വഴിയാകാമെന്നത് സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവർക്കുള്ള പ്രോട്ടോകോൾ കേന്ദ്ര സർക്കാരും വിമാന കമ്പനികളുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രവാസികളെ സ്വീകരിക്കുവാൻ കേരളം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ പ്രവാസികൾ നാട്ടിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.